ശ്രീ വസന്ത് തെങ്ങുംപള്ളി, കോൺഗ്രസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടണം, അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ശരിയല്ല. അത് ജയലളിതാക്കളെ വസന്ത് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്. മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് കോൺഗ്രസിന്റെ ഹാൻഡിലുകളിൽ വരുന്നുണ്ട്, ഇതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്, സംസ്ഥാന സർക്കാരിനല്ല എന്ന്. മുഖ്യമന്ത്രി ദേശീയപാതയിൽ ഇങ്ങനെ മണ്ണിടിച്ചിലും ദേശീയപാത പല സ്ഥലങ്ങളിലും തകർന്നതിനും ശേഷം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ അല്ല പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് നിർഭാഗ്യകരമായ സംഭവമാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി സംസാരിച്ചിട്ടുണ്ട്, വിദഗ്ധ സംഘം വന്ന് പരിശോധിക്കുന്നുണ്ട്, കൂടിയാലോചനകൾ നടത്തി എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുമെന്നാണ്. അത് തന്നെ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസും ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്, ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ കേന്ദ്ര സർക്കാരിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കൈ കഴുകിയെന്ന്. അങ്ങനെയല്ല കേട്ടോ, തെറ്റായ പ്രചാരണമാണ് നിങ്ങൾ നടത്തുന്നത്. അല്ല, അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ശ്രീ മഞ്ജുഷ് നോക്കൂ, കഴിഞ്ഞ ദിവസം വരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് അമേരിക്കൻ മോഡൽ റോഡാണ്, അമേരിക്ക തോറ്റുപോകുന്ന റോഡാണ് എന്നാണ് പറഞ്ഞത്. റോഡ് പണിയുമ്പോൾ അമേരിക്കൻ മോഡലും റോഡ് പൊളിയുമ്പോൾ അമ്മായിച്ചനെയും മരുമോനെയും കാണാനില്ലാത്ത അവസ്ഥ കേരളത്തിലുണ്ട്. അത് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ഇത് പൊളിഞ്ഞതോടുകൂടി അമ്മായിച്ചനും മരുമകനും അമേരിക്കൻ വാദവുമായി നടുറോട്ടിൽ ഇറങ്ങി നിൽക്കില്ല. കാര്യം അവർ പൂർണ്ണാർത്ഥത്തിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ നഗ്നരാക്കപ്പെട്ടിരിക്കുകയാണ് എന്നതിൽ സംശയം വേണ്ട. രണ്ട്, ഈ റോഡുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയരുന്നത്, അല്ലെങ്കിൽ ശ്രീ ജയരാജ് പറഞ്ഞതുപോലെ ഒരു മഴ പെയ്തപ്പോ ആ കാറ്റ് കൊണ്ട് കുളിർ കൊണ്ട് റോഡങ്ങ് പൊളിഞ്ഞു പോയതൊന്നുമല്ല ശ്രീ ജയരാജ്. 5ാം ഘട്ടം പണി പൂർത്തീകരിക്കുന്ന സമയത്ത് പ്രദേശവാസികൾ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷനെ വെക്കുന്നുണ്ട്. ആ അഡ്വക്കേറ്റ് കമ്മീഷനെ വെക്കുന്ന സമയത്ത് അന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പ്രചരിച്ചിരുന്ന ഒരു ചിത്രമുണ്ട്. അതായത് ഈ റോഡ് പണി നടക്കുന്നതിന്റെ ഇടയിൽ മഴ പെയ്യുമ്പോൾ വലിയ നീർക്കെട്ട് പോലെ, വലിയ കുളം പോലെ വെള്ളം കെട്ടിക്കിടക്കുന്നു. അവിടെ ജനങ്ങൾ നീന്തി തുടിച്ച് പ്രതിഷേധം അറിയിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന വീക്ക്ലി റിവ്യൂ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നോ? ആ വീക്ക്ലി റിവ്യൂ മീറ്റിംഗിൽ മന്ത്രി റിയാസ് അടക്കമുള്ളവർ എന്ത് തീരുമാനമാണ് എടുത്തത്? അപ്പോ മിനിഞ്ഞാന്ന് വരെ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഉയർത്തിക്കാണിച്ച മകുടോദാകരണമായി നിങ്ങൾ ഉയർത്തിക്കാണിച്ച, മിനിഞ്ഞാന്ന് വരെ നിങ്ങളുടെ കിരീടത്തിലെ പൊന്തൂവലായി നിങ്ങൾ ഉയർത്തിക്കാണിച്ച ദേശീയപാത അതോറിറ്റി എന്ന് പറയുന്ന കുഞ്ഞിന് ഇന്ന് തൊട്ട് മുടന്നുണ്ടായപ്പോ അത് എന്റെ കുഞ്ഞല്ല, അത് ആരാന്റെ കുഞ്ഞാണ് എന്ന് പറയുന്ന നടപടി നിങ്ങളെ കൂടുതൽ ഇളിഫ്യരാക്കുകയേ ഉള്ളൂ. വളരെ മെച്യൂറായി ഞങ്ങൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഞങ്ങൾ പറഞ്ഞത് ഇതിന്റെ ഭാഗമാണ്, ഞങ്ങൾ പഠനം നടത്തും, ആവശ്യമെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തും, ഇതിൽ അഴിമതി ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അത് പറയാതെ കുഞ്ഞുണ്ടാകുന്നിടം വരെ അടിപൊളി കുഞ്ഞായിരിക്കും, മിടുക്കനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞ് എന്റെ ആണെന്ന് പറയുകയും ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനിച്ചിരി മുടന്തു വരുമ്പോ ആ മുടന്തു വരുന്ന കുഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ കുഞ്ഞാണ് എന്ന് പറയുകയും ചെയ്യുന്നത് ആത്മാഭിമാനത്തിന് ചേർന്നിട്ടുള്ളതല്ല. കുറച്ചെങ്കിലും തീരെ തൊലിക്കട്ടി പോരാ കേട്ടോ. മിനിഞ്ഞാന്ന് വരെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറയാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഡെവലപ്മെന്റിൽ സംസ്ഥാനത്തിന് വലിയ പങ്കുണ്ട്, അത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ഭാഗമാണ്, ഞങ്ങളുടെ ഇച്ഛാശക്തിയുടെ ഭാഗമാണെന്ന് മിനിഞ്ഞാന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ അതേ മുഖ്യമന്ത്രിക്ക് ഇന്ന് വന്ന് അത് അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരിക, അല്ലെങ്കിൽ മൗനം പാലിക്കേണ്ടി വരുന്നത് ചില്ലറ തൊലിക്കട്ടി പോരാ എന്ന് പറയാതിരിക്കാൻ വയ്യ. നോക്കൂ, ഇപ്പോ ജയരാജ് അടക്കമുള്ള അല്ലെങ്കിൽ ജയരാജിനെ പോലുള്ള ഇടതു പ്രതിനിധികൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇവിടെ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. വലിയ കാര്യമാണോ സാർ? സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളാണ്. അതിന് UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പാസാക്കിയ ലാൻഡ് അക്വിസിഷൻ ആക്ട് ഉണ്ട്, LAAR ആക്ട്. ആ ആക്ട് പ്രകാരം സ്വാഭാവികമായും സ്ഥലത്തിന് ഉതകുന്ന രീതിയിലുള്ള വില കൊടുക്കണം. അത് ബീഹാറിലെ വിലയാവില്ല കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിലെ വിലയാവില്ല കർണാടകയിൽ. ബാംഗ്ലൂർ സിറ്റിയിൽ പോയിട്ട് ഉമ്മൻചാണ്ടി ഏറ്റെടുത്ത് കൊടുക്കാൻ ഞാൻ ഇല്ല അല്ല പറയട്ടെ ശ്രീ ജയരാജ് പറയട്ടെ, കിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും അതാത് സ്ഥലങ്ങൾക്കും അതാത് സംസ്ഥാനങ്ങൾക്കും അനുസൃതമായുള്ള രീതിയിൽ വില കൊടുക്കണം. അത് കൊടുക്കുന്നത് നിങ്ങളുടെ AKG സെന്ററിലെ ബക്കറ്റ് പിരിവ് നടത്തിയ പൈസയല്ല, ഞാനും ജയരാജും അടക്കമുള്ളവർ കൊടുക്കുന്ന ഖജനാവിൽ നിന്നാണ്. അത് കൊടുക്കുന്നത് UPA പാസാക്കിയ നിയമത്തിന്റെ ഭാഗവുമായാണ്. അത് അങ്ങ് മനസ്സിലാക്കിയാൽ കൊള്ളാം. രണ്ട്, നിങ്ങൾ ഫ്ലക്സ് വെച്ചപ്പോ യുദ്ധകാല അടിസ്ഥാനത്തിൽ റോഡ് തീർക്കാൻ പോകുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തത് ഒരേ ഒരു കാര്യമാണ്, ഒരു സൈഡ് മുതൽ അങ്ങേ സൈഡ് വരെ റിയാസിന്റെയും അമ്മായിയച്ഛൻ പിണറായി വിജയന്റെയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ വെച്ചുള്ള ഓരോ റീച്ച് കഴിയുമ്പോഴും, ഓരോ റീച്ചിന്റെ പണി കഴിയുമ്പോഴും റീച്ച് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും എല്ലാം
നിങ്ങൾ റീലിട്ട് കളിച്ചു. അതിനപ്പുറത്ത് നിങ്ങൾ എന്താ ചെയ്തേ? ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ലൈവും ഇല്ല, റീൽസും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അല്പസമയം മുമ്പ് മുഹമ്മദ് റിയാസ് ഇട്ടിട്ടുണ്ട്. അതിൽ പക്ഷേ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല, കേന്ദ്രത്തെയും കുറ്റം പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് ഇപ്പോൾ പറയുന്ന കാര്യം അല്പസമയം മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടത് നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമാണ്. വാർത്ത അറിഞ്ഞ ഉടനെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ ബന്ധപ്പെട്ടിരുന്നു. പത്രസമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടെക്നിക്കൽ ടീം ഫീൽഡിൽ പരിശോധന നടത്തി നൽകുന്ന റിപ്പോർട്ട് ചർച്ച ചെയ്ത് മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണ്. ഇതാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഒരു കാര്യം മഞ്ജുഷ്, ഇത് പൊളിഞ്ഞപ്പോഴാണല്ലോ മുഹമ്മദ് റിയാസ് ഇത്രമാത്രം അച്ചടിക്കമുള്ള വടിവൊത്ത രീതിയിൽ എഴുതുന്നത്. ഇതിനു മുമ്പ് വരെ മന്ത്രിസഭയുടെ പരിപാടി ആയിരുന്നില്ല ഇത് കേട്ടോ. മന്ത്രിസഭയുടെ ആയിരുന്നില്ല. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരേ ഒരു മന്ത്രിയുടെ PR എക്സസൈസ് ആയിരുന്നു. മന്ത്രിസഭയിൽ തന്നെ പലർക്കും അതിൽ അനിഷ്ടമുണ്ടായിരുന്നു. വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് റിയാസിന്റെ ഒരു ഒറ്റയാൾ വൺ മാൻ ഷോ ആയിരുന്നു ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നടന്ന PR എക്സസൈസിൽ. അതിൽ കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിൽ തന്നെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇത് മന്ത്രിസഭയുടെയാണ്, മന്ത്രിസഭയുടെ തീരുമാനം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ മറ്റേ അലക്കി തേച്ച വടിവത്ത വാക്കുകളുമായി അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ പ്രധാനപ്പെട്ട ഒരേ ഒരു ചോദ്യം 10 സെക്കൻഡിൽ അവസാനിപ്പിക്കാം, അതിനുകൂടി ജയരാജ് ഉത്തരം പറയട്ടെ. അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അടക്കമുള്ള ഇടത് സൈദ്ധാന്തികർ പറയുന്നത് എന്താണ്? ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു, അതാണ് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ. പക്ഷെ നിങ്ങളുടെ ഫ്ലെക്സുകളിൽ നിങ്ങൾ അങ്ങനെ എഴുതിയോ? സ്ഥലം ഏറ്റെടുത്ത് നൽകിയ സംസ്ഥാന സർക്കാരിന്, അല്ലെങ്കിൽ ആ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ നേതൃത്വം കൊടുത്ത മുഹമ്മദ് റിയാസിന് അഭിവാദ്യം എന്ന് ഏതെങ്കിലും ഒരു ഫ്ലെക്സിൽ കണ്ടോ? നാട്ടിൽ വെച്ച എല്ലാ ഫ്ലെക്സിലും നാഷണൽ ഹൈവേ അതോറിറ്റി, നാഷണൽ ഹൈവേസ് 66, 67 തൊട്ട് അതിന്റെ നമ്പർ ഏതാണോ അത് യാഥാർത്ഥ്യമാക്കിയ മുഹമ്മദ് റിയാസിന് അഭിവാദ്യം എന്നാണ്. ഒരു ഫ്ലെക്സിൽ പോലും സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ നേതൃത്വം കൊടുത്ത മുഹമ്മദ് റിയാസിന് അഭിവാദ്യം എന്നില്ല. അപ്പൊ മിനിഞ്ഞാന്ന് വരെ ഇത് യാഥാർത്ഥ്യമാക്കിയത് നിങ്ങളാണ്. കേന്ദ്രത്തെയും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ, കേന്ദ്രത്തിനും ക്രെഡിറ്റ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ മുഹമ്മദ് റിയാസ് മെയ് 14-ാം തീയതി പോസ്റ്റ് ചെയ്തതാണ്. അത് വട്ടപ്പാറയിൽ ഇതാ ഒരുങ്ങി വട്ടപ്പാറ എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുന്ന വട്ടപ്പാറ വളവ് ഓർമ്മകളിലേക്ക് പോകാൻ ഇനി അധിക നാളുകളില്ല. കൗതുകവും ആശ്ചര്യവും ഉയർത്തുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമാണ് വട്ടപ്പാറ വയഡക്ട്. സംസ്ഥാനത്ത് NH-66 പൂർത്തിയാകുന്ന ആദ്യത്തെ ജില്ലയായി മാറാൻ പോവുകയാണ് മലപ്പുറം. ജില്ലയിലെ ദേശീയപാത വികസനത്തിനായി സംസ്ഥാന സർക്കാർ 900 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നിട്ട് ആ റോഡിന്റെ മനോഹരമായ ദൃശ്യവും ആകാശ ദൃശ്യവും കൊടുത്തിട്ടുണ്ട്. അവിടെ ക്രെഡിറ്റ് ആർക്കാന്നറിയാലോ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണ്. കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത് NH-66മായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പണി പൂർത്തീകരിച്ചതും പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിശോധന നടത്തണം. വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഉണ്ടാവണം. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകണം. അതിൽ കൃത്യമായി ഇനി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ദൈവാനുഗ്രഹത്തിനാണ് അവിടെ ഒരു ആളപായം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആരുത്തരം പറയുമായിരുന്നു? അതിന് NHA പ്രതിക്കൂട്ടിൽ നിർത്താം എന്ന് റിയാസ് പറയും, റിയാസിനെ പ്രതിക്കൂട്ടിൽ നിർത്താം എന്ന് BJP പറയുമായിരുന്നു. ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു മനുഷ്യജീവൻ പൊലിയാതിരുന്നത്. അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. ഞങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രതിപക്ഷ നേതാവും PCC അധ്യക്ഷനും അടക്കം ആവശ്യപ്പെടുന്നത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇവരും ചേർന്ന് പണിയുന്ന ഈ പണി നടക്കുന്ന എല്ലായിടത്തും യുദ്ധകാല അടിസ്ഥാനത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന ഉണ്ടാവണം. എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം, പരിഹരിച്ചു മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ശരി, ശ്രീ MK